മുണ്ടത്തിക്കോടുള്ള ഈ വെടിക്കെട്ട് പുര സാധാരണ എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നതാണല്ലോ. അവിടെ പ്രധാനമായും നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഈ പടക്ക നിർമ്മാണമാണോ അതോ ഈ വെടിക്കോപ്പുകൾ അത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം മാത്രമാണോ? പടക്ക നിർമ്മാണം എന്ന് ആണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എല്ലാ തവണയും തിരുവമ്പാടിക്ക് വേണ്ടി പടക്കങ്ങൾ നിർമ്മിക്കുന്ന ഓതറൈസ്ഡ് ലൈസൻസി ചുമതലക്കാരനാണ് ഇത്തരത്തിൽ അവിടെ മുണ്ടത്തിക്കോട് ഈ ഒരു സംവിധാനം ഒരുക്കി അവിടെ നിന്നാണ് ഈ വലിയ ഗുണ്ടുകളും മറ്റുമൊക്കെ കൊണ്ടുവരുന്നത്. രാവിലെ നമ്മൾ ഈ തിരുവമ്പാടിക്കാരുമായി സംസാരിച്ചിരുന്നു. വർണ്ണവിസ്മയം തീർക്കാനുള്ള പല മാജിക്കുകളും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഒരു പുരയ്ക്കാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. വലിയ നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ ചിലർ രാവിലെ പോയി അവിടെ ദൃശ്യങ്ങൾ പകർത്തി മടങ്ങി വന്നതാണ്. എന്തായാലും ഈ പ്രദേശത്ത് ആ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല വെടിക്കോപ്പുകൾ ഉണ്ടായിരുന്നു, കരിമരുന്ന് ശേഖരം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല ചൂടാണ്. സ്വാഭാവികമായി എത്രത്തോളമാണ് ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. എത്രത്തോളം പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു ഉള്ള കാര്യത്തെക്കുറിച്ച് വിശദീകരണം വേണം. രാവിലെ എന്തായാലും ഒരു 22ഓളം പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം അത് ആളുകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പിന്നെ ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ്, പലരും പുറത്തു പോയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ആളുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ജോലിക്കാർ ചിലപ്പോൾ വന്നിട്ടുണ്ടാകുമെന്ന സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കാഷ്വാലിറ്റി എത്രത്തോളം ഗുരുതരമാണ്, എത്രത്തോളം വലിയ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്നുള്ളത് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അതിനുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മളും അങ്ങോട്ടുള്ള യാത്രയിലാണ്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിൽന, അനൂപ്. ആശങ്കാജനകമായ വാർത്ത വരുന്നു. പ്രതീക്ഷ നിർഭരമായ വാർത്തകൾ വരട്ടെ തൃശ്ശൂരിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പ്രത്യാശിക്കാൻ സാധിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ, അതിനുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് പുരയ്ക്കാണ് ഇപ്പോൾ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. അവിടെയാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. തിരുവമ്പാടിയുടെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനം. നേരത്തെ എല്ലാ കാലങ്ങളിലും ഇവിടെ മുണ്ടത്തിക്കോട് തന്നെയാണ് തിരുവമ്പാടി ഇങ്ങനെ വെടിക്കെട്ട് പുര ഉണ്ടായിരുന്നത്. അവിടെ ഏതാണ്ട് 20ഓളം ആളുകൾ ജോലിക്കുണ്ടായിരുന്നു രാവിലെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമുക്കറിയാം ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയമാണ്. ഒരുപക്ഷെ ആളുകൾ അവിടെ നിന്ന് കൂടുതലുള്ള ആളുകൾ പോയിട്ടുണ്ടാകാം. ആ രീതിയിൽ പ്രതീക്ഷ ഉള്ള കാര്യങ്ങൾ വരട്ടെ, വാർത്തകൾ വരട്ടെ എന്ന് മാത്രം നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. വലിയ ചൂടുള്ള കാലാവസ്ഥയാണ്. ഈ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന അവസ്ഥ അപകടം ഉണ്ടാക്കാൻ ഒരു കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് പ്രാഥമികമായി ഒരു അപകടം ഉണ്ടായിരിക്കുന്നു വെടിക്കെട്ട് പുരയ്ക്ക്. അതിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒന്നിലധികം ആംബുലൻസുകൾ ആ ഭാഗത്തൂടെ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എത്ര പേർക്ക് പരിക്കേറ്റു, എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.